അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖനല്ലേ? അതുപോലെ തന്നെ എനിക്ക് സുഖന. ഇന്ന് നല്ലൊരു മുതുമ കോയിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന് നല്ല മസാലയിൽ നല്ല ഇതിൽ നമുക്ക് ഇതിനെ വരയിട്ട് കൊടുക്കാം. നമ്മളെ ചിക്കൻ നന്നായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഇതിലൊന്ന് വരയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതാണ് നല്ല. ഇനി ഇത് നമുക്ക് വരയിട്ട ചിക്കൻ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാലേൻ്റെ റെസിപ്പി തുടങ്ങാം. ഇനി നമുക്ക് ചിക്കന് വേണ്ട മസാല തയ്യാറാക്കാം. 2 സ്പൂണ് മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. ഒരു 2-3 സ്പൂണ് പൊടി ഇട്ടാലും മതി. ഇത് എരിവില്ലാത്ത മുളകാണ്. ഒരു 3 സ്പൂണ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ പെരിഞ്ജീരകപ്പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട്. ചെറിയ ജീരകപ്പൊടി 1 സ്പൂണ്. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂണ്. അങ്ങനെ നന്നായി നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് നമുക്ക് തയ്യാറാക്കാം. നല്ല കട്ടിയിൽ വേണ്ട, കുറച്ച് മതി. അങ്ങനെ മസാല ഇടുക തയ്യാറായി. നല്ല ഈ മസാല നല്ല റെഡിയായി. ഇനി നമുക്ക് ചിക്കന് വരട്ടി കൊടുക്കാം. ചിക്കൻ നന്നായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചായിട്ട് മസാല തേച്ച് കൊടുക്കാം നമുക്ക്. നല്ല ഉപ്പ് പിടിക്കട്ടെ. അങ്ങനെ നമ്മളെ ചിക്കൻ ഇത് നന്നായി മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ അടിപൊളി ചിക്കനായി മസാല തേച്ച് പിടിച്ച്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ് ഞാൻ വരുന്നത്. പിത്ത ബ്രെഡ്. അതാണ് നമ്മളെ ചിക്കന് നമുക്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇനി 6 കപ്പാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്ത്. അത് ഞാൻ കപ്പ് കാട്ടിക്കാട്ടാ, 6 ഗ്ലാസ്സാണ് എടുത്തത്. ഗോതമ്പ് പൊടി നന്നായി ഇതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സോഡാപ്പൊടി 1 സ്പൂണ് സോഡാപ്പൊടി ഇടുന്നുണ്ട്. സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 2 സ്പൂണ് ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂണ് എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് 1 സ്പൂണിന് അളവ് അതിന് കണക്കായിട്ട് 2 സ്പൂണ് എണ്ണ ഒഴിച്ചു. ഇനി നന്നായി ഇതിന്ന് 1 കപ്പ് പാല് നന്നായി ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് പിത്ത ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇത് പാല് ഒഴിച്ച് നന്നായി നമുക്കിത് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് ഇത് അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിത്ത ബ്രെഡിൻ്റെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അരമണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് തേങ്ങ വറുക്കാൻ വേണ്ടി 2 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂണേ വേണ്ടൂ കേട്ടോ, അതിൽ കൂടുതലൊന്നും വേണ്ട. തേങ്ങ പൊരിഞ്ഞ് കിട്ടാൻ മാത്രമാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 മുറി തേങ്ങ, നന്നായി നമുക്കിത് വറുക്കാം.
നമ്മൾ തേങ്ങ നന്നായി ഇതാ പൊരിയ വറുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 3 സ്പൂണ് നമ്മളെ പൊടിക്കാതെ മല്ലി, 3 സ്പൂണ് മല്ലി ഇടുന്നുണ്ട്. പിന്നെ നന്നായി നമുക്കിത് വറുക്കാം. അതിലേക്ക് തന്നെ ഞാൻ ഒരു 6 ഉണക്കമുളക്, നല്ല എരിവില്ല മുളകാണ് അത് ഇടുന്നുണ്ട്. നല്ല നാടൻ റെസിപ്പിയാണ്, നല്ല രസമാണ് ഇത് തിന്നാൻ വേണ്ടിയിട്ട്. നമുക്ക് രാത്രിയതിന് ശേഷം നമുക്ക് തിന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഇതും മല്ലി തേങ്ങ നന്നായി വറുത്ത് അതിലേക്ക് ഞാൻ പെരിഞ്ചീരകം 1 സ്പൂണ് പെരിഞ്ചീരകം ഇടുന്നുണ്ട്. അത് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ തേങ്ങ വറവിട റെഡിയായി എന്നെ അരച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നന്നായി വേവണ്ട, കുറച്ച് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് നമുക്ക് എടുക്കണം. അതിന് പാകത്തിനില്ല വെളിച്ചെണ്ണയാണ് ഇത് ഒഴിച്ചത്. അങ്ങനെ നമ്മളെ ചിക്കൻ ചെറിയ തീയാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ആവിയിൽ വേവും പോലെയാണ് ഇരുന്ന് വേവുണ്ട്. അങ്ങനെ നമുക്കിത് അടച്ച് വെച്ച് 2 ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് വെക്കണം. അപ്പോൾ ഒരു ചെറിയ വേവിലേ ആവട്ടെ. ഇത് ഫുള്ള് വേവാൻ പറ്റില്ല, ചെറിയ വേവിൽ ഇതാവട്ടെ. അങ്ങനെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് ഭാഗം ഒന്ന് വേവട്ട് അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇങ്ങനെ നമ്മളെ ചിക്കൻ വെന്തോ നോക്കാം. ഫ്രൈ ചെയ്യാൻ വെച്ച് അപ്പുറം ഇപ്പുറവും 2 ഭാഗം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എടുത്തിട്ട് വേണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ നന്നായി ഇതിൻ്റെ വെളിച്ചെണ്ണയെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതെല്ലാം എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ടൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ 2 നീരുള്ളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് വാടണം. 4 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് ഉള്ളി വാടട്ടെ. നല്ലോണം വാടണ്ട, കുറച്ചൊരു വാടിയാൽ മതി. ഇനിയിപ്പോൾ ഇത് എല്ലാം ആവുമ്പോൾ നല്ല ഇതിൽ ചിക്കൻ ഇടുമ്പോൾ നല്ല ഇതിൽ വേവുമല്ല. ഇതിലേക്ക് ഞാൻ ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി കുറുകി വരുന്നവരെ ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി മുഴുവനായിട്ട് പേസ്റ്റാക്കിയതാണ് ഇത്. അത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായി ഒന്നിത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ വറുത്തരച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്നിത് കുറുകി വരണം. ഇതിലേക്ക് ഇതന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കുറുകി വരട്ടെ. നന്നായി ഇതാ കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂണ് ഗരം മസാലപ്പൊടി പൊടിച്ചതിടുന്നുണ്ട്. നന്നായി ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. നമുക്ക് മുതുമനായിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നമുക്ക് മസാലയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം.
നന്നായി ഇതിൽ നിന്ന് വേവാനുണ്ട് അത്ര ചിക്കൻ. 2 ഭാഗം മാത്രം തിരിച്ചിട്ട് വേവിച്ചതല്ലേ. ഇതിൽ തന്നെ ഒന്ന് മസാലയിൽ കിടന്നിട്ടൊന്ന് വേവാനുണ്ട്. ഇങ്ങനെ നമ്മളെ മസാലയെല്ലാം ഇതാ നന്നായി ഇതിൻ്റെ മേലിയിലേക്കെല്ലാം ആക്കി കൊടുത്ത് പിന്നെ നല്ലൊരു 2 മിനിറ്റ് ഒന്ന് ഇത് ഈ തേങ്ങൻ്റെ വറുത്തരച്ച തേങ്ങയിലും ഇതിലൊക്കെ വേവിച്ചിട്ട് ഒന്ന് എടുക്കട്ടെ. എന്നിട്ട് കാണാം നമുക്ക്. ഇങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈയുടെ റെഡിയായി. ഇനി നമുക്ക് തിന്നുന്നത് കാണാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പിത്ത ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. നോക്കട്ടെ ഇട്ടോ മക്കളെ, രസം നോക്കട്ടെ. ഇക്ക എങ്ങനെയുണ്ട്? സൂപ്പറാ. മക്കളെ പിന്നെ മക്കളെ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കി തിന്നിട്ട് എനിക്ക് കമൻറ്റിൽ ഇടണം എങ്ങനെയുണ്ട് എന്ന്. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഉണ്ടായത്. ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം മക്കളെ. അസ്സലാമു അലൈക്കും.